ഹായ് ഗൈസ്, വെൽക്കം ടു ബ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ഡിവൈസ്. ഇതാണ് സാധനം. ഓക്കെ, കുറച്ച് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം ജെയിംസ് ബോണ്ടിനായി പോലുമില്ല, സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ഇത് എന്ത് സാധനമെന്നല്ലേ? ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ ഒരു ജാടയൊക്കെ ഉണ്ട് മുഖത്ത് അല്ലേ? അപ്പോൾ ഈ സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു മൈൻഡ് റീഡറാണ്. അതായത് ഇത് നമ്മളിങ്ങനെ തലയിൽ ഫിറ്റ് ചെയ്താൽ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരും. ഒരു മൈൻഡ് റീഡർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ? എത്ര ആൾക്കാരുള്ളിൽ നമുക്ക് രഹസ്യം ചോർത്തിയെടുത്ത് എടുക്കായിരുന്നു അല്ലേ? സത്യമാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം ഒരു മൈൻഡ് കൺട്രോൾ ഡിവൈസ് ഒന്നും അല്ല കേട്ടോ, വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് സൗണ്ട് ബഗ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സാധനമാണ്. ചെറിയൊരു ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്, 12 വോൾട്ട് കറണ്ട് ഇൻപുട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് സ്പീക്കറുണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ വൂഫർ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഈ സൗണ്ട് ബഗ് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ ഈ സൗണ്ട് ബഗ് എവിടെ കൊണ്ടുവച്ചാലും എന്ത് സാധനത്തിലാണോ കൊണ്ടുവെക്കുന്നത് ആ സാധനം ഒരു സ്പീക്കറായി മാറും. അതായത് ഞാനിപ്പോൾ ഇതിലൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഇത് ഈ മേശയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേശ മുഴുവൻ ഒരു സ്പീക്കറായി മാറുന്ന അർത്ഥം. മനസ്സിലായില്ലേ? കേട്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ? ശരിയാണ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഈ സാധനം ഒന്ന് ഉണ്ടാക്കിയിട്ട് ആദ്യം ഒന്ന് വർക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ പാട്ട് കേട്ടിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെവിയിലൊക്കെ ഇയർഫോണൊക്കെ കുത്തിക്കയറ്റി വെച്ച് കിടന്നൊക്കെ ഉറങ്ങിയേക്കാം. ചിലപ്പോൾ എല്ലാവരും രാവിലെയൊക്കെ ഇരിക്കുമ്പോഴത്തേന് കഴുത്ത വഴിക്ക് കുരുങ്ങി ഇയർഫോണിൻ്റെ വള്ളിയെങ്കിലും പൊട്ടിയൊക്കെ പോകും. ചിലർ അങ്ങനെയുണ്ട്. ഇയർഫോൺ ഒരു ആഴ്ചയിൽ 2 ഇയർഫോൺ വീതം മേടിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. എപ്പോൾ ചോദിച്ചാലും പറയും, എടാ ഇതിൻ്റെ ഒരെണ്ണം കേൾക്കുന്നില്ല, കേടായിപ്പോയി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാം ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിലോട്ട് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മുടെ കട്ടിലിൻ്റെ ഇതൊരു മൂലക്കെട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കട്ടിൽ മുഴുവൻ ഒരു സ്പീക്കറാവും. വോളിയം കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്തോട്ട് കേൾക്കാനും പറ്റത്തില്ല. പകരം നമ്മൾ തലേണയിൽ തല വെച്ച് കേൾക്കുമ്പോഴത്തേനും തലേണ വഴി നമുക്ക് പാട്ട് കേൾക്കാം. അതങ്ങനെയുണ്ട്. അങ്ങനെയാണിത് ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കിംഗ്. വൈബ്രേഷൻസ് സെൻഡ് ചെയ്ത് വയറ് കൂട്ടിപ്പോയി, സാരമില്ല. അപ്പോൾ സൗണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോർണറിലോട്ട് വെച്ചിട്ട് ഇതേ സൗണ്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ പൊട്ടിപ്പോയ വയറൊന്ന് സോൾഡർ ചെയ്ത് വെക്കട്ടെ. ചൂടായിരുന്നു, സോൾഡർ ചെയ്ത് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം സോൾഡർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഷീറ്റ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ പാട്ട് കേൾക്കാനായിട്ട്. കേൾക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു കോർണറിലോട്ട് ഇപ്പം എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോർണറിലോട്ട്, ഈ ഗ്ലാസിൻ്റെ കോർണറിലോട്ട് ഞാനൊന്ന് ടച്ച് ചെയ്യാൻ പോവാണ്. കേൾക്കത്തില്ലേ? ഈ ഒരു ഗ്ലാസ് മുഴുവൻ സ്പീക്കറായിട്ട് മാറിയേക്കോട്ടോ. തലയ്ക്കകത്തും കേൾക്കാം ശരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സൗണ്ട് ബുക്കിൻ്റെ വർക്കിംഗ് നന്നായിട്ട് കണ്ടു. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഇനി നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള ബൾബുകൾ അല്ലെങ്കിൽ CF ട്യൂബ് ലൈറ്റ്, അതിൻ്റെ ചില്ലുള്ളതല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആയിട്ടുള്ള നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ സർക്യൂട്ട് കാണാം. സർക്യൂട്ടിനകത്ത് ഇതുപോലൊരു സാധനം കാണാം കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റെപ്പ് ഡൗൺ വേറെ എന്തെങ്കിലും പേരിട്ടുള്ളൂ, ഇനി എന്ത് പാടായത്. ട്രാൻസ്ഫോർമർ കാണാം. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ കാണാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിലും നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്ഫോർമർ വേണം, അല്ലെങ്കിൽ ഇതുപോലൊരു ഇൻഡക്ടർ വേണം. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നടുക്ക് ഭാഗത്തൊരു കോറുണ്ട്. ഇതൊരു പ്രത്യേക മെറ്റീരിയലാണ്. നമുക്ക് ഒരു മാഗ്നറ്റ് എടുത്ത് ഇതിലോട്ട് ഇങ്ങനെ പിടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, മാഗ്നറ്റ് ഒട്ടിയിരിക്കുന്ന രീതിയിലുള്ളൊരു സാധനം. നമ്മുടെ ട്രാൻസ്ഫോർമറിലാണെങ്കിലും അങ്ങനെ തന്നെ ഇതൊരു മാഗ്നറ്റ് ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ട്രാൻസ്ഫോർമർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനുള്ള ഈ ഒട്ടുന്ന മാഗ്നറ്റ് പിടിക്കുന്ന മെറ്റീരിയലും വേണം, ഇതിൻ്റെ അകത്തെ കോയിലും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ മാഗ്നറ്റ് പിടിക്കുന്ന മെറ്റീരിയൽ. ചെറിയൊരു പോലുണ്ട് കണ്ടോ, 2 ഉണ്ട്. പിന്നെ നടുക്കുള്ള കോയിലും ഉണ്ട്.
പിന്നെ നമുക്ക് ചെറിയൊരു ആംപ്ലിഫയർ ബോർഡാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് കടയിലൊക്കെ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. സ്പീക്കറിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ആംപ്ലിഫയർ ബോർഡ്. മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലൊരു ചെറിയ പീസ് നമ്മൾ ഒടിച്ചെടുത്തിട്ട്, ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു കുപ്പിയുടെ അടപ്പെടുക്കുക. ഈ അടപ്പിനകത്തോട്ട് നമ്മുടെ ഈ മാഗ്നറ്റ് എടുത്ത് ഇതുണ്ടോ അടിഭാഗത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഈ ഹോളിനകത്തൂടെ കയറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നല്ല കറക്റ്റായിട്ട് കയറ്റി വെക്കുന്ന പോലെ നല്ല ഫ്ലഷ് ആയിട്ടിരിക്കണം, കണ്ടില്ലേ, കറക്റ്റ്. ഇനി നമുക്ക് ഈ മാഗ്നറ്റിൻ്റെ പുറഭാഗത്തോട്ട് നമ്മുടെ ഈ സാധനം വെച്ച് ഒട്ടിച്ചു വിടാം. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുത്ത കണ്ടക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ, മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ടച്ച് ചെയ്യാതെ ഇതിനകത്തോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കയറ്റിയിടുക. അപ്പോൾ നമ്മളിതിനെ മുകൾ ഭാഗത്തോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, ടച്ച് ചെയ്യാത്ത പോലെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഗൺ കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ സൗണ്ട് ബഗ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു കോയിലിലോട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ട് 2 വയറങ്ങ് സോൾഡർ ചെയ്ത് വെച്ചാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളു ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 2 സൗണ്ട് ബഗ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ട് വെച്ച് നോക്കുവാണ് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ സൗണ്ട് വരുന്ന ഭാഗത്തായിട്ട് നിയോഡിമിയം മാഗ്നറ്റാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മാഗ്നറ്റുകളും കൂടെ യൂസ് ചെയ്തിട്ട് ഈ ഗ്ലാസ്സിലോട്ട് നമ്മുടെ സൗണ്ട് ബഗ് ഒട്ടിച്ച് വെക്കാൻ പോകണം. അപ്പോൾ നമ്മൾ സൗണ്ട് ബഗ് ഇതിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഈ ആംപ്ലിഫയർ ചെറിയ പവർ കുറഞ്ഞ ആംപ്ലിഫയർ ആണ് എടുത്തേക്കുന്നത്. ഇച്ചിരി നല്ല ആംപ്ലിഫയർ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇച്ചിരി വോളിയം കുറേ കൂട്ടിയിടുമ്പോഴത്തേന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. അത് ഈ ആംപ്ലിഫയർ ചെറിയതായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടൊരു സൗണ്ട് ബഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൗണ്ട് ബഗ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ പാട്ട് കേട്ട് കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ കട്ടിലിൻ്റെ സൈഡിലോട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ചെവിയിൽ നമ്മുടെ ഇയർഫോണൊക്കെ വെച്ചിട്ടുള്ള ഇറിറ്റേഷൻ ഒഴിവാക്കാം. സിനിമ കാണുമ്പോഴാണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ കണ്ടോണ്ട് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ പറ്റത്തില്ല. ഇയർഫോൺ ചെവിയിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ സൗണ്ട് ബഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ല, നേരെ തലേണയിൽ കൂടെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്ന സിനിമയുടെ ഒച്ച പുറത്തോട്ടൊന്നും വരത്തുമില്ല. നല്ല അടിപൊളിയായിട്ട് സിനിമ കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൗണ്ട് ബഗ് ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.